ഹരിയാനയിലേക്കാണ്. അവിടെയും കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് മത്സരിക്കുന്ന സ്ഥലത്ത് ഹരിയാനയിൽ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത് ബിജെപിക്ക് അത്ര സുഖമുള്ള ഹരിയാനയിലെ ഫലം NDA 5 മുതൽ 7 10-ൽ 10 ഉണ്ടായിരുന്നിടത്ത് 5 മുതൽ 7 വരെ സീറ്റുകളാണ് NDAക്ക് പറയപ്പെടുന്നത്. ഇന്ത്യക്ക് 3 മുതൽ 5 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിക്ക് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. കൃത്യമായി NDAക്ക് അവിടെ തിരിച്ചടി 10-ൽ 10 2 തവണ കളിച്ചാണ്. ഭരണവിരുദ്ധ വികാരം ഹരിയാനയിലുണ്ട്. ഹരിയാനയിൽ എനിക്ക് തോന്നുന്നു ഇത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. കാരണം നിയമസഭ ബിജെപി സർക്കാർ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വിഷയം ജാട്ട് വിഭാഗങ്ങളുടെ പ്രശ്നം, കർഷകർ നൽകിയ മറുപടി എന്ന് കൂടി പറയാം. അങ്ങനെയാണെങ്കിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ആ തിരിച്ചടി ബിജെപിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹരിയാന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഹരിയാനയിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്ന ഇടമാണ്. അവിടെ 10-ൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയാൽ 7 വരെയേ ബിജെപി എത്തൂ എന്ന് പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ. അതേസമയം ഇന്ത്യ മുന്നണി 3 മുതൽ 5 വരെ സീറ്റുകൾ അവിടെ നേടും എന്നും പ്രവചിക്കപ്പെടുന്നു. 5 മുതൽ 7 വരെ എന്ന് പറയുന്നത് ഹരിയാനയിൽ NDA സംബന്ധിച്ച് തിരിച്ചടിയാണ്. അവരുടെ കൈവശമുണ്ടായിരുന്ന 3 സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും. 10-ൽ 10 സീറ്റുകളും, അതായത് 2019 അതിശക്തമായ മോദി തരംഗത്തിൽ നിരവധി സംസ്ഥാനങ്ങളിൽ തൂത്തുവാരാൻ സാധിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറക്കി ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ കുറയ്ക്കാനൊക്കെ ബിജെപി ശ്രമിച്ചിരുന്നിടത്ത് അത് കൃത്യമായും കണക്കുകളിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണം നമ്മൾ ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലം. പക്ഷേ 5 സീറ്റുകൾ വരെ, അതായത് 5 സീറ്റുകൾ വരെ ബിജെപിക്ക് നഷ്ടപ്പെട്ടേക്കാം. പകുതി സീറ്റുകൾ, അതായത് 10 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 5 സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സീറ്റിൽ ആം ആദ്മി മത്സരിക്കുന്നു. ബാക്കി 9 സീറ്റിലും മത്സരിക്കുന്നത് കോൺഗ്രസ് നേരിട്ടാണ്. സ്വാഭാവികമായിട്ടും ആ തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ഉണർവ് കൂടി ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുന്നില്ല, അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ബിജെപിയുടെ അവിടുത്തെ ആ ഒരു ഈസി വാക്ക് ഓവർ ബിജെപിക്ക് കിട്ടുകയില്ല ഹരിയാന. പക്ഷേ എന്തായാലും അപർണ, എനിക്ക് ബിജെപി ക്യാമ്പുകളും അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരുപക്ഷെ കൃഷ്ണദാസിനെ പോലുള്ളവർ ഈ ചാനൽ ചർച്ചയിൽ അത് അംഗീകരിക്കണമെന്നില്ല. ഹരിയാനയിൽ ഇന്ത്യ സഖ്യം ചെറിയ മുന്നേറ്റം നടത്തിയേക്കാം. ബിജെപി അല്ലെങ്കിൽ NDA സഖ്യത്തിന് നേരിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പൊതുവെ ദേശീയ തലത്തിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സർവേ ഇപ്പോൾ അതിനോട് ചേർത്ത് വെക്കുന്ന തരത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കൃഷ്ണദാസിനോട് തന്നെ ചോദിക്കാം. കൃഷ്ണദാസ്, ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ? ഹരിയാനയിൽ ഈ 10-ൽ 10 എന്നത് ഇത്തവണ സാധ്യമാകില്ല. അതെ, തീർച്ചയായും. കൃഷ്ണദാസ്, താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ ബിജെപി പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഫലപ്രവചനമാണോ ഹരിയാനയിൽ നിന്ന് കാണുന്നത്? ഹരിയാനയിലെ സംസ്ഥാന രാഷ്ട്രീയം കുറച്ച് നാളുകളായി അവിടെ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ അതെല്ലാം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുകയും ദേശീയ തലത്തിലേക്കുള്ള ഗവൺമെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെയും ഹരിയാനയിലെ ജനങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഒരു ഉറച്ച ദേശീയ ഗവൺമെന്റ് ഉണ്ടാകണം എന്നുള്ള നിലക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണയും ബിജെപിക്ക് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നൽകാനും ബിജെപിക്ക് മുഴുവൻ സീറ്റുകളിലും ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ദേശീയ ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ഉത്തർപ്രദേശിലും ഡൽഹിയിലും എല്ലാമുള്ള സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ ഹരിയാനയും വച്ചു പുലർത്തും എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാകേണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹരിയാനയിൽ ബിജെപിക്ക് ഏകദേശം 55-58% വോട്ടുകൾ അത് നിയമസഭകളിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കിയാൽ ഈ തവണ ബിജെപിക്ക് വോട്ട് കൂടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ ജാട്ട് വിഭാഗങ്ങൾക്ക് കൃത്യമായി വിയോജിപ്പുണ്ട്. അത് ബിജെപിയോടും JJPയോടും ഒക്കെയുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പുണ്ട് എന്നത് പൊതുവെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന സാഹചര്യമുണ്ട്. കാർഷിക വിഷയം അങ്ങനെ വന്നാൽ ഏറ്റവും കൂടിയാൽ പോലും ബിജെപിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പാർലമെന്റിലേക്ക് അതൊന്നും അത്ര വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമായി വരില്ല. അസംബ്ലിയിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ശരിയാണ്. അവിടുത്തെ അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലോ അവിടുത്തെ രാഷ്ട്രീയത്തിലോ ചില വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സീറ്റിൽ ഖട്ടറിന്റെ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. റോണിയുടെ അടുത്ത് കൂടി നമുക്ക് അഭിപ്രായം തേടാം. റോണിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഈ കർഷക പ്രശ്നമൊക്കെ ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്ന ഏറ്റവും റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. ഇതിനപ്പുറം ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നത് ബിജെപിയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. മഞ്ജുഷ ആൻഡ് അപർണ, ഞാൻ ഈ ചർച്ചയിൽ ആദ്യം മുതൽ പങ്കെടുക്കുമ്പോൾ
ഞാൻ ഇവിടെ ഒരിക്കലും ഒരു വലിയ അവകാശവാദങ്ങളുമായിട്ടുള്ള ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഞാൻ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കൃത്യമായ വിലയിരുത്തലുകളാണ്. അതിന്റെ അകത്ത് ഡൽഹി ഹരിയാന ബെൽറ്റിൽ കൃത്യമായി ഞങ്ങൾ മേൽക്കൈ നേടും. കൃത്യമായി തന്നെ ഈ ഹരിയാനയിലെ ഏതെങ്കിലും ഞങ്ങൾക്ക് 4 മുതൽ 5 സീറ്റ് തന്നു. ഞങ്ങളുടെ പ്രതീക്ഷ 6 മുതൽ 7 സീറ്റ് വരെ കൃത്യമായി തന്നെ പറയുക. അല്ല ഞങ്ങൾ 10 തൂത്തോരുന്നല്ല. ഒരു കാര്യം മഞ്ജുഷ ഇവിടെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP 58-60% വോട്ട് നേടി ജയിച്ച സ്ഥലങ്ങളാണ് ഡൽഹി, ഹരിയാന ഉൾപ്പെടെ. കേന്ദ്ര തലസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ട്രെൻഡ് കാണിക്കുന്നത് BJPക്ക് കൃത്യമായി തിരിച്ചടിയാണ്. അത് ഡൽഹി ആണെങ്കിലും ശരി, ഹരിയാന ആണെങ്കിലും ശരി. ഹരിയാനയിൽ BJPക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് JJP മുന്നണി വിട്ടുപോയത്. അവിടെ ഒരു സംശയം വേണ്ട. ഞങ്ങൾക്ക് കൃത്യമായ സംഘടനാ മിഷനറി ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് പോലും ഞങ്ങൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് BJPയുമായിട്ട് ഞങ്ങൾ നടത്തിയതാണ്. ഒരു സംശയവുമില്ല. അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് രണ്ടല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇന്ത്യ മുന്നണിയാണ്. കുരുക്ഷേത്ര സീറ്റ് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ 6 മുതൽ 7 വരെ സീറ്റ് കൃത്യമായി ഡൽഹിയിൽ ഞാൻ പറഞ്ഞു 4 മുതൽ 5 വരെ സീറ്റ്, ഹരിയാനയിൽ ഞങ്ങൾ 6 മുതൽ 7 വരെ സീറ്റ് ഇന്ത്യ മുന്നണി നേടിയിരിക്കും. അതാണ് ആത്മവിശ്വാസം. നമുക്ക് തീർച്ചയായും പഞ്ചാബിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ ഹരിയാനയിലേക്ക് തന്നെ. ഞാനത് സൂചിപ്പിക്കാൻ കാരണം എത്ര ലഭിച്ചാലും 7-നപ്പുറത്തേക്ക് പോകില്ല എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. BJPക്ക് മാക്സിമം 7 വരെയാണ് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രകടമാകുന്നത്. ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് അല്ലെങ്കിൽ ആ ഒരു പൾസ് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പഞ്ചാബിൽ പക്ഷേ എത്തുമ്പോൾ ആ ചിത്രം മാറുന്ന ഒരു സാഹചര്യം. സഖ്യം പൊളിഞ്ഞ ഇടമാണ്. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായ ഇടമാണ്. അവിടെ 7 വരെ കിട്ടും എന്നുള്ള സാധ്യത ഉണ്ടെങ്കിൽ BJPക്ക് അതൊരു വലിയ തിരിച്ചടി അല്ല എന്ന് വേണം നമ്മൾ. തീർച്ചയായും അതാണ് പഞ്ചാബിലേക്ക്